അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്. അത് പിന്നെ സ്റ്റുഡൻസിൻ്റെ എബിലിറ്റീസ് മനസ്സിലാക്കുക, നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, അത് എത്രമാത്രം സ്റ്റുഡൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന പ്രക്രിയയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അസസ്മെന്റ് ഒരു പ്രോസസ്സാണെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഉദ്ദേശം സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ലേണറുടെ പിന്നെ നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ് അത് മറ്റൊരാൾ വിലയിരുത്തുന്നതിനെയാണ് അസസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കറിയാം. പിന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ്: ലേണർ സെൻറ്റേർഡ് ആണ്, ടീച്ചർ ഡയറക്ടറാണ്, മ്യൂച്വലി ബെനിഫിഷ്യൽ, അതായത് ടീച്ചറും കുട്ടിയും ഒരുപോലെ ബെനിഫിറ്റ് എടുക്കുന്നതാണ്, ഒരു ഫോർമേറ്റീവ് ആണ്, കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് ആണ്, ഓൺ ഗോയിങ് ആണ്, റൂട്ടഡ് ഇൻ ഗുഡ് ടീച്ചിങ് പ്രാക്ടീസ്. ഇതാണ് അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട്. അസസ്മെൻറ്റ്, ഇവാലുവേഷൻ ആൻഡ് മെഷർമെൻറ്റ് തമ്മിലുള്ള വ്യത്യാസം. അസസ്മെൻറ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതാണ്. അതായത് നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, അതാണ് ഇൻഫർമേഷൻ, അത് ഗാദർ ചെയ്യുന്നതാണ്. അത് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളക്ട് ചെയ്ത ഇൻഫർമേഷനെ അല്ലെങ്കിൽ ആ എവിഡൻസിനെ ഉപയോഗിച്ച് നമ്മൾ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്നതിനാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. എന്നാൽ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് വഴി ഈ പറയുന്ന ഇൻഫർമേഷൻ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് നമ്പർ ഉപയോഗിച്ച് അസൈനിങ് നമ്പർ ചെയ്യണം, ഒരു വാല്യൂ ചെയ്യണം, ന്യൂമറിക്കൽ വാല്യൂ കൊടുക്കണം. അസൈനിങ് നമ്പർ ടു ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ് ആസ് പെർ സം റൂൾ, ചില റൂളിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അവർക്ക് അതിന് നമ്പർ കൊടുക്കുന്നതിനാണ് ഈ മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷർമെൻറ്റും, മാർക്കിൻ്റെ കൂടെ മീനിങ് ടു ദ മാർക്ക് കൊടുത്താൽ അസസ്മെൻറ്റും, മാർക്ക് മീനിങ് ടു ദ മാർക്ക് പ്ലസ് വാല്യൂ ജഡ്ജ്മെൻറ്റോടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവാലുവേഷനാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇനി അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്താണെന്ന് നോക്കാം. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് യൂസിങ് എവിഡൻസ് അബൌട്ട് നോളജ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഒക്കേഴ്സ് ടീച്ചേഴ്സ് യൂസ് ഇൻഫറൻസ് അബൌട്ട് സ്റ്റുഡൻസ് പ്രോഗ്രസ് ടു ഇൻഫോം ദ ടീച്ചിങ്. ഇറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ് ദ ലേണിംഗ്, ഓഫൻ മോർ ദാൻ വൺസ് റദർ ദാൻ അറ്റ് ദ എൻഡ്. അതായത് ടീച്ചർ പഠനത്തിനിടയിൽ തന്നെ, ലേണിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ എന്ത് ചെയ്യുന്നു, ടീച്ചർ എന്ത് ചെയ്യുന്നു, സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ്, അവരുടെ സ്റ്റുഡൻസിൻ്റെ പഠനത്തിലുള്ള പ്രോഗ്രസ്സും മനസ്സിലാക്കി ഇൻഫോം ദർ ടീച്ചിങ്, അവരുടെ പഠനത്തിൻ്റെ ടീച്ചിങ്ങും മനസ്സിലാക്കുകയും ചെയ്യുന്നതിനാണ്. അതായത് പഠനത്തിനിടയിൽ തന്നെ വിലയിരുത്തൽ നടത്തുന്നതിനാണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞു, അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ഓൾസോ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് ഫോർ ലേണിംഗും ഫോർമേറ്റീവ് അസസ്മെൻറ്റാണ്. അതുപോലെ തന്നെ അസസ്മെൻറ്റ് ആസ് ലേണിംഗും ഫോർമേറ്റീവ് അസസ്മെൻറ്റാണ്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ് യൂസ് ഓൺ ഗോയിങ് സെൽഫ് അസസ്മെൻറ്റ് ബൈ സ്റ്റുഡൻറ്റ് നോട്ട് ടു മോണിറ്റർ ദെയർ ഓൺ ലേണിംഗ്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ് സ്റ്റുഡൻറ്റ് തന്നെ നടത്തുന്ന സെൽഫ് ഇവാലുവേഷനാണ്. ഈ പഠനത്തിനിടയിൽ നടത്തുന്ന തൻ്റെ ഉള്ള പ്രോഗ്രസ് സ്വന്തമായി മനസ്സിലാക്കുന്ന പ്രക്രിയനെയാണ് അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. അസസ്മെൻറ്റ് ആസ് ലേണിംഗ് കഴിഞ്ഞാൽ അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണ്. ഇതൊരു സമ്മേറ്റീവ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ അതായത് സ്റ്റുഡൻറ്റ് കമ്പയർ ചെയ്യണം സ്റ്റുഡൻസിൻ്റെ അച്ചീവ്മെൻറ്റ്സ് വിത്ത് സ്റ്റാൻഡേർഡ്. ഇത് കമ്പയർ സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ് വിത്ത് സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇതൊരു എൻഡ് ഓഫ് ദ അക്കാദമിക് ഇയർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ യൂണിറ്റ്, അങ്ങനെ അവസാന നിമിഷം മൊത്തത്തിലാണ് ഇത് കമ്പാരിസൺ നടക്കുന്നത്. ഈ കമ്പാരിസൺ വഴി സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് വിലയിരുത്തുന്നത് യൂസ് എവിഡൻസ് ഓഫ് സ്റ്റുഡൻസ് ലേണിംഗ് ടു മേക്ക് ജഡ്ജ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ് അഗൈൻസ്റ്റ് ഗോൾ ഓഫ് സ്റ്റാൻഡേർഡ്. അപ്പോൾ അസസ്മെൻറ്റ് ഓഫ് ലേണിങ്ങിനകത്ത് 3 കാര്യം വരുന്നുണ്ടെന്ന്. ഇത് വിലയിരുത്തൽ നടത്തുന്നത് സമ്മേറ്റീവാണ്, എൻഡ് ഓഫ് ദ അക്കാദമിക് ഇയർ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ കോഴ്സിലാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻറ്റിൻ്റെ അച്ചീവ്മെൻറ്റ് വിലയിരുത്തുന്നത് എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. എവിഡൻസ് എന്ന് പറഞ്ഞാൽ എക്സാമിനേഷനായി.
എക്സാമിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പിന്നെ അത് വിലയിരുത്തൽ നടത്താൻ വേണ്ടി പ്രത്യേക സ്റ്റാൻഡേർഡ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ എഗൈൻസ്റ്റ് ആയിട്ടാണ് വിലയിരുത്തൽ നടത്തുന്നത്. അങ്ങനെ മൂന്നെണ്ണമാണ് അസസ്മെൻറ്റ്: ആസ് ലേണിംഗ്, ഫോർ ലേണിംഗ്, ആഫ് ലേണിംഗ്. അടുത്തത് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡ് ഫീഡ്ബാക്ക് ആൻഡ് ഇൻഫർമേഷൻ ഡ്യൂറിംഗ് ദ ഇൻസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലേണിംഗ് തന്നെ ഫീഡ്ബാക്ക് നൽകുന്ന പ്രോസസ്സാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ലേണിംഗ് ഈസ് ടേക്കിംഗ് പ്ലേസ് വെയിൽ ലേണിംഗ് ഈസ് ഒക്കറിംഗ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ ലേണിംഗ് പ്രോഗ്രസ് ഡ്യൂറിംഗ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ഈസ് ഓൾവേസ് യൂസ്ഡ് ടു മോണിറ്റർ ലേണിംഗ് പ്രോഗ്രസ് ഡ്യൂറിംഗ് ഇൻസ്ട്രക്ഷൻ because formative assessment is directed towards improving ലേണിംഗ് ആൻഡ് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ പഠനത്തിനിടയിൽ തന്നെ നടത്തുന്ന വിലയിരുത്തലിനെയാണ്, അതിന് ഫീഡ്ബാക്ക് കൊടുക്കുന്നതിനെയാണ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർമേറ്റീവ് അസസ്മെൻറ്റ് യൂസ്ഡ് ടു അസസ് അച്ചീവ്മെൻറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇറ്റ് ഇസ് ടിപ്പിക്കലി കംസ് അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് ഓർ യൂണിറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ. അപ്പം പഠന അവസാനത്തിൽ നടത്തുന്ന വിലയിരുത്തലാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ഇറ്റ് യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ഇൻസ്ട്രക്ഷണൽ ഗോൾസ് ഹാവ് ബീൻ അച്ചീവ്ഡ്. ഇതുവഴി നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഗോൾസ് എന്തുമാത്രം അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിന് ഒരു എക്സാമിനേഷൻ നടത്തിയിട്ടോ ഒറ്റായിരിക്കണം അത്തരത്തിലുള്ള ഈ സമ്മേറ്റീവ് അസസ്മെൻറ്റ് നടത്തിക്കൊണ്ട് ഈ എക്സ്റ്റെൻറ്റ് ടു വിച്ച് ദ സ്റ്റുഡൻറ്റ് ഹാവ് അച്ചീവ്ഡ് ദെയർ ഗോൾസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് എന്ന് മനസ്സിലാക്കും. അടുത്തത് പർപ്പസ് ഓഫ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റിന് ഒരു 5 പർപ്പസാണ് പറയുന്നത്. ഒന്ന് സെലക്ട് ചെയ്യുക, സെലക്ട് അതായത് ഗുഡ് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നല്ലൊരു ജോലിയിലേക്കോ അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ സർട്ടിഫൈ ചെയ്യുക. അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് ദേ ഹാവ് ടു സർട്ടിഫൈ ദാറ്റ് യു ഹാവ് പാസ് ദിസ് എക്സാമിനേഷൻ ലൈക്ക് ദാറ്റ്. അങ്ങനെ ഒരു സർട്ടിഫൈ ചെയ്യുക. ഡിസ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ ക്വാളിറ്റീസ് അവരുടെ പെർഫോമൻസ് ലെവലെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുക. ടു എയ്ഡ് ലേണിംഗ്, പഠനത്തിന് സഹായിക്കുക. ടു ഇംപ്രൂവ് ടീച്ചിങ്. ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പർപ്പസ്. ടു സെലക്ടേഴ്സ്, ടു സർട്ടിഫിക്കറ്റ്സ്, ടു ഡിസ്ക്രൈബ്, ടു എയ്ഡ് ലേണിംഗ്, ടു ഇംപ്രൂവ് ടീച്ചിങ്. പ്രിൻസിപ്പിൾസ് ഓഫ് അസസ്മെൻറ്റ് എന്തിൻ്റെ ഇടയ്ക്ക് അടിസ്ഥാനത്തിലായിരിക്കണം അസസ്മെൻറ്റ് നടത്തേണ്ടത് എന്നുള്ളതാണ്. ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് സെലക്ഷൻ, രണ്ടാമത് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു കളക്ഷൻ ഓഫ് അസസ്മെൻറ്റ് ഇൻഫർമേഷൻ. ഫസ്റ്റ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് സെലക്ഷൻ ഓഫ് മെത്തേഡ് ഓഫ് അസസ്മെൻറ്റ്, രണ്ടാമത്തത് പ്രിൻസിപ്പിൾസ് ഓഫ് സെലക്ഷൻ ഓഫ് അസസ്മെൻറ്റ് ഇൻഫർമേഷൻ. ഒന്ന് സെലക്ഷൻ, രണ്ടാമത് കളക്ഷൻ ഓഫ് അസസ്മെൻറ്റ് ഇൻഫർമേഷൻ, മൂന്നാമത് പ്രിൻസിപ്പിൾസ് ടു ജഡ്ജ്മെൻറ്റ് ഓഫ് ആൻഡ് സ്കോറിംഗ് ഓഫ് സ്റ്റുഡൻസ് പെർഫോമൻസ്. ജഡ്ജ്മെൻറ്റ് ആൻഡ് സ്കോറിംഗ് എങ്ങനെയാണ് അതിനെ സെലക്ട് ചെയ്യുകയും കളക്ട് ചെയ്യുകയും ചെയ്ത ഇൻഫർമേഷൻ, സെലക്ട് ചെയ്ത മെത്തേഡ് ഉപയോഗിച്ച് കളക്ട് ചെയ്ത ഇൻഫർമേഷനെ എങ്ങനെ സ്കോർ ചെയ്യാം, ജഡ്ജ് ചെയ്യാം എന്നുള്ളതാണ് മൂന്നാമത്. അത് നാലാമത്തത് ഈ സമ്മറൈസ് ചെയ്ത, അതായത് വാല്യുവേഷൻ നടത്തിയതിന് ശേഷം അതിനെ സമ്മറൈസ് ചെയ്യുന്നതിനാണ് പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു സമ്മറൈസേഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ, അതിനെ വിശദീകരിക്കുന്നതും. പ്രിൻസിപ്പിൾസ് റിലേറ്റഡ് ടു റിപ്പോർട്ടിംഗ്, അപ്പം നമ്മൾ സമ്മറൈസ് ചെയ്ത് ഇൻ്റർപ്രിറ്റ് ചെയ്ത ഇൻഫർമേഷനെ റിപ്പോർട്ട് ചെയ്യുന്നത്, സ്റ്റുഡൻറ്റിന് ഫീഡ്ബാക്ക് ആയിട്ട് കൊടുക്കുന്നത് ആണ് അഞ്ചാമത്തെ പ്രിൻസിപ്പിൾ. ഇത്തരം 5 പ്രിൻസിപ്പിൾസാണ് അസസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ടത്. അടുത്തത് സ്റ്റുഡൻസ് ഇവാലുവേഷൻ്റെ ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡൽ ഓഫ് ഇവാലുവേഷൻ. ട്രാൻസ്മിഷൻ റിസപ്ഷൻ മോഡലിനെ ബിഹേവിയറിസ്റ്റ് മോഡൽ എന്ന് പറയാറുണ്ട്. ഇൻ ദിസ് മോഡൽ ക്ലാസ് റൂംസ് ആർ യൂഷ്വലി ഡോമിനേറ്റഡ് ബൈ ടീച്ചർ സെൻറ്റേഡ് ആണ്. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഓഫൻ റിലേ ഹെവിലി ഓൺ ടെക്സ്റ്റ് ബുക്ക് ഫോർ ദ കണ്ടന്റ് ഓഫ് ദ കോഴ്സ്. അപ്പോൾ ടീച്ചറുടെ മേധാവിത്വമുള്ള ടീച്ചറാണെങ്കിൽ അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഇൻസ്ട്രക്ഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിനെ ആശ്രയിച്ചുകൊണ്ടുള്ള കണ്ടന്റ് കരിക്കുലം ട്രാൻസാക്ഷൻ നടത്തുന്നതിനെയാണ് ബിഹേവിയറിസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ബിഹേവിയറിസ്റ്റ് പെർസ്പെക്റ്റീവ് ലേണിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഒബ്സർവബിൾ ചേഞ്ചസ് ഇൻ ബിഹേവിയർ. ലേണിംഗ് കുഡ് ബി റിവ്യൂഡ് സിംപ്ലി റിമെമ്പറിങ് ആൻഡ് റീസ്റ്റേറ്റിംഗ് വാട്ട് ഈസ് സെഡ്. അതായത് സിമ്പിളായിട്ടുള്ള ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ വഴി കുട്ടികളെ അവരുടെ കൂടുതൽ റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പഠിച്ച കാര്യങ്ങൾ വീണ്ടും പുനർപഠനം മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതാണ് ബിഹേവിയറിസ്റ്റ് മോഡലിൻ്റെ ഒരു പ്രത്യേകത. അതാണ് റിസപ്റ്റീവ് മോഡൽ എന്നും പറയുന്നത്. എന്നാൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ അങ്ങനെയല്ല. അവിടെ സ്റ്റുഡൻറ്റിനാണ് പ്രാധാന്യം, സ്റ്റുഡൻറ്റ് സെൻറ്റേഡ് ആണ്. കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ അനുസരിച്ച് ലേണേഴ്സ് ഡീപ്പൻ ദെയർ നോളജ് ബൈ സ്കൂൾ എക്സ്പീരിയൻസ്. ലേണേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ലേൺ ഫ്രം ഈച്ച് അതർ.
പരസ്പരം ചർച്ച ചെയ്ത് ടീച്ചേഴ്സും സ്റ്റുഡൻസും പരസ്പരം പഠിക്കുന്നതിനെയാണ് എന്താണ് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ എന്ന് പറയുന്നത്. ഹാൾമാർക്ക് ഓഫ് ദിസ് മോഡൽ ഈസ് ദാറ്റ് ലേണർ മസ്റ്റ് ബി കൺസ്ട്രക്റ്റ് വാട്ട് ദേ ലേൺ. ലേണർ എന്താ പഠിച്ചാണോ അത് ഉപയോഗിച്ച് അവർ പുതിയ തിയറീസ്, പുതിയ ആശയങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനാണ്. കൺസ്ട്രക്റ്റിവിസം കാൾസ് ഫോർ ലേണേഴ്സ് ടു ബി ആക്റ്റീവ്. റോട്ട് മെമ്മറൈസേഷനും ആൻറ്റാഗോണിസ്റ്റ് ഇതിനകത്ത് വരില്ല. ജസ്റ്റ് മെമ്മറൈസേഷൻ ഇതിനകത്ത് വരുന്നില്ല. കുട്ടികൾ തന്നെ സ്വയം പഠിക്കുന്ന അവരുടെ എക്സ്പീരിയൻസ് പണ്ട് പഠിച്ചോ അതിനെ അടിസ്ഥാനമാക്കി പുതിയ ആശയങ്ങൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതിനെയും പിന്നീട് അത് പുനർനിർമ്മിക്കുന്നത്, റീകൺസ്ട്രക്ട് ചെയ്യുന്നതിനുമാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അടുത്തത് പാരഡൈം ഷിഫ്റ്റ് ഇൻ അസസ്മെൻറ്റിൻ്റെ ഒരു പാരഡൈം ഷിഫ്റ്റ് ഉണ്ട്. ഈ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറിസ്റ്റ് മോഡലിൽ നിന്ന് കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡലിലേക്കുള്ള മാറ്റത്തെയാണ് ഈ പാരഡൈം ഷിഫ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം സ്റ്റുഡൻസ് ആർ ആസ്ക്ഡ് ടു ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ ദെയർ പ്രോസസ് ഓഫ് ലേണിംഗ് കമ്പയർ ടു ദ ബിഹേവിയറിസ്റ്റ് മോഡൽ. ബിഹേവിയറിസ്റ്റ് മോഡലിൽ നിന്ന് കൺസ്ട്രക്റ്റിവിസ്റ്റ് മോഡലിലേക്കുള്ള മാറ്റം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് പാരഡൈം ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Teacher helps students to develop and assess their understanding. Student is an active creator of his own knowledge. അപ്പോൾ ഈ മാറ്റത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അസസ്മെൻറ്റ് പാരഡൈംസ് ആർ ഷിഫ്റ്റഡ് ഫ്രം ടെസ്റ്റിംഗ് ലേണിംഗ് ഓഫ് സ്റ്റുഡൻസ് ടു അസസ്സിങ് ഫോർ സ്റ്റുഡൻസ് ലേണിംഗ്. അസസ്മെൻറ്റ് ഫോർ സ്റ്റുഡൻസ് ലേണിംഗിലേക്ക് എത്തിക്കാൻ അവർ ഒരു ഷിഫ്റ്റ് നടക്കുന്നുണ്ട്. ആ ഷിഫ്റ്റ് പാർഷ്യൽ ടു ഹോളിസ്റ്റിക്, ഇൻ്റർമിറ്റൻറ്റ് ടു കണ്ടിന്യൂസ്, മാർക്കിംഗ് ടു ഗ്രേഡിങ്, ഓട്ടോക്രാറ്റിക് ടു ഒതൻറ്റിക്, ട്രഡീഷണൽ ടു ആൾട്ടർനേറ്റീവ്. ഇതാണ് മാറ്റം. അങ്ങനെ 5 തരത്തിലുള്ള മാറ്റമാണ്. പാർഷ്യൽ ടു ഹോളിസ്റ്റിക്, ഇൻ്റർമിറ്റൻറ്റ് ടു കണ്ടിന്യൂസ്, മാർക്കിംഗ് ടു ഗ്രേഡിങ്, ഓട്ടോക്രാറ്റിക് ടു ഒതൻറ്റിക്, ട്രഡീഷണൽ ടു ആൾട്ടർനേറ്റീവ്. അതാണ് അതിനകത്തുള്ള മാറ്റം, പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ, അതായത് CCE ഒരു പാരഡൈം ഷിഫ്റ്റിന് ഉദാഹരണമാണ്. CCE വന്നത് ഈ ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഈ സിസ്റ്റം അനുസരിച്ച് അസസ്മെൻറ്റ് ഷുഡ് ബി സെർവ് ആസ് ഫീഡ്ബാക്ക് informs teachers about the effectiveness of classroom instruction. Assessment required to be continuous process that is firmly built into our teaching methodologies and schemes rather than bolt-on activities placed at the end of the course or module of work. This leads to the development of continuous and comprehensive evaluation. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്നും അത് എൻഡ് ഓഫ് ദ അക്കാഡമിക് ഇയറിൽ നടത്തുന്ന ഒരു എക്സസൈസ് അല്ല എന്നും അത്തരത്തിൽ ഡെവലപ്മെൻറ്റ് ഓഫ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ ആൻഡ് ഫീഡ്ബാക്ക് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ സ്റ്റുഡൻസ് ഇൻ എ കണ്ടിന്യൂസ് മാനർ എന്നുകൊണ്ടാണ് ഈ അസസ്മെൻറ്റ് ഫോർ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസസ്മെൻറ്റ് ഉപയോഗിച്ച് ഫീഡ്ബാക്ക് കൊടുക്കണം, ടീച്ചേഴ്സിനും കിട്ടണം, അതുപോലെ തന്നെ സ്റ്റുഡൻസിനും കിട്ടണം. ടീച്ചേഴ്സ് അറിയേണ്ടത് എത്ര എഫക്റ്റീവാണ് അവരുടെ ക്ലാസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റുഡൻസിനെ ഇൻഫോം ചെയ്യണം ഹൗ വെൽ ദേ ആർ ലേണിംഗ്, അവരെത്ര നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം കൂടി അറിയിക്കണം. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന ഇവാലുവേഷനാണ് കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. അങ്ങനെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആണ്, കോംപ്രഹെൻസീവ് ആണ്, അത് കണ്ടിന്യൂസ് ആണ്. ഗ്രേഡിംഗ് സിസ്റ്റമാണ് മറ്റൊന്ന്. ഈ ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ലെവൽ ഓഫ് പെർഫോമൻസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫ്യൂ ക്ലാസിഫിക്കേറ്ററി യൂണിറ്റ്സ് യൂസിങ് ലെറ്റർ ഗ്രേഡ്. അതായത് സ്റ്റുഡൻസിൻ്റെ ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം. അതിനെ ചില ക്ലാസിഫിക്കേറ്ററി യൂണിറ്റുകളാക്കി മാറ്റിക്കൊണ്ട് ലെറ്റർ ഗ്രേഡുകൾ അനുവദിച്ച് കൊടുക്കുന്നതിനെയാണ് ഗ്രേഡിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ലെവൽ ഓഫ് പെർഫോമൻസ് ക്ലാസിഫിക്കേറ്ററി യൂണിറ്റ്. ഇപ്പം 2 തരത്തിലുള്ള ഗ്രേഡിംഗ് ആണ്. ഒന്ന് ഡയറക്റ്റ് ഗ്രേഡിംഗ്, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ്. ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ജസ്റ്റ് ലെറ്റേഴ്സ് അനുവദിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. ദ പ്രോസസ് ബൈ വിച്ച് ഗിവൺ ദ പെർഫോമൻസ് with respect to each individual of group concerned judged by evaluator in terms of most appropriate letter grade only without assigning സ്കോർ കൊടുക്കാതെ തന്നെ ലെറ്റർ ഗ്രേഡ് ABCD എന്ന് പറഞ്ഞിട്ട് കൊടുക്കാറുണ്ട്. A എക്സലൻ്റ് ആണ്, B ഗുഡ് ആണ്, C ന്യൂട്രൽ ആണ്, D ആവറേജ് ആണ്, അങ്ങനെ രീതിയിൽ കൊടുത്തുകൊണ്ട് സ്കോറൊന്നും കൊടുക്കില്ല. അപ്പോൾ ആ ഡയറക്റ്റ് ഗ്രേഡിങ്ങിന് അങ്ങനെയാണ്.
അതിൻ്റെ മറ്റൊന്ന് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. ഇൻഡയറക്റ്റ് ഗ്രേഡിങ്ങിനകത്ത് ഗ്രേഡ് അവാർഡ് ചെയ്യുന്നുണ്ട് ത്രൂ മാർക്സ്. അവിടെ മാർക്ക് കൊടുക്കുന്നുണ്ട്. മാർക്ക് കൊടുത്തിട്ടാണ് ഗ്രേഡ് അവാർഡ് ചെയ്യുന്നത്. ദിസ് പ്രൊസീജിയർ മാർക്ക് ഫസ്റ്റ് അവാർഡ് ആസ് യൂഷ്വൽ. ആദ്യം മാർക്ക് കൊടുക്കും, എന്നിട്ട് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ് ഓൺ ബേസ്ഡ് ഓൺ പ്രിസ്ക്രൈബ്ഡ് മാർക്കിംഗ് സ്കീംസ് കൺവേർഷൻ ഓഫ് ദിസ് മാർക്ക്, ഈ മാർക്കിനെ ഗ്രേഡിലേക്ക് ഇതിനാണ് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ്. ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ മാർക്ക് നിന്ന് ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് രണ്ട് തരത്തിൽ നടത്തുന്നു. ഒന്ന് അബ്സല്യൂട്ട് ആൻഡ് രണ്ടാമത് റിലേറ്റീവ്. അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് റേഞ്ച് ഓഫ് സ്കോർ ഓൾറെഡി ഡിറ്റർമൈൻഡ്. അതായത് സം ഫിക്സഡ് റേഞ്ച് സ്കോർ ഡിറ്റർമൈൻ ചെയ്യും. 10 തൊട്ട് 20 വരെ, 20 തൊട്ട് 21 തൊട്ട് 30 വരെ, 31 തൊട്ട് 40 വരെ, അങ്ങനെ രീതിയിലൊരു റേഞ്ച് ഫിക്സ് ചെയ്തിട്ട് ആ ഓരോ റേഞ്ചിനും ABCD എന്ന് പറഞ്ഞിട്ട് ഗ്രേഡ് കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ വരുന്നവരെ അതിലേക്ക് പിന്നെ ഗ്രേഡിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുക. അപ്പോൾ അതിനാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന്. റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ഗ്രേഡ് റേഞ്ച് ആർ ഡിറ്റർമൈൻഡ് ഇൻ അഡ്വാൻസ്, ബട്ട് അതാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, നേരത്തെ തന്നെ ഫിക്സ് ചെയ്യും. പക്ഷേ ഇനി റിലേറ്റീവ് ഗ്രേഡിങ്ങിൽ ഗ്രേഡ് റേഞ്ച് ഈസ് നോട്ട് ഫിക്സഡ്, നേരത്തെ ഫിക്സ് ചെയ്യത്തില്ല. ഗ്രേഡ് റേഞ്ച് ഈസ് നോട്ട് ഫിക്സഡ്. ഇറ്റ് ക്യാൻ ക്യാരി വേരി ട്യൂൺ വിത്ത് ദ റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ കാൻഡിഡേറ്റ് ഇൻ ദ ഗ്രൂപ്പ് ദാറ്റ് റോട്ട് ഇൻ ദ എക്സാമിനേഷൻ. ഒരു എക്സാം എഴുതിയ വിദ്യാർത്ഥികളുടെ റിലേറ്റീവ് പൊസിഷനെ അനുസരിച്ചാണ് കാൻഡിഡേറ്റിനെ ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പം ഇവിടെ റിലേറ്റീവ് ഗ്രേഡിങ്ങിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ the result is plotted on graph. ആ ഗ്രാഫ് will assume the form of normal probability curve. അത് ഗ്രാഫിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് ഈ റിലേറ്റീവ് ഗ്രേഡ്. റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സ്റ്റുഡൻറ്റ്, അതാണ് റിലേറ്റീവ് ഗ്രേഡിങ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആണ്. ഒന്ന് പെർഫോമൻസ് ബേസ്ഡ്, പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെൻ്റ് ആണ്. പ്രാക്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഡയറക്റ്റ് ഒബ്സർവേഷൻ, വീഡിയോ ടേപ്പ്, അതുപോലെ ഇതുപയോഗിച്ച് ഒരു വ്യക്തിയുടെ കോമ്പിറ്റൻസീസ് മനസ്സിലാക്കുന്നതാണ് പ്രാക്ടീസ് ബേസ്ഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. ഒതൻറ്റിക് അസസ്മെൻറ്റ് സ്റ്റുഡൻസ് പെർഫോമൻസ് ഡ്യൂറിങ് വർക്ക് പ്ലേസ് ഈസ് അസസ്മെൻറ്റ്. അത് ക്ലാസ് റൂമിൽ വെച്ച് തന്നെ സ്റ്റുഡൻറ്റിൻ്റെ പെർഫോമൻസ് അവരുടെ പ്രാക്ടീസ് അനുസരിച്ച് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. അടുത്തത് പെർഫോമൻസ് ബേസ്ഡ് അസസ്മെൻ്റ് ആണ്. ഈ പെർഫോമൻസ് ബേസ്ഡ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ്, പോർട്ട്ഫോളിയോസ്, എക്സിബിഷൻസ് ഓർ അതർ ഡോക്യുമെൻറ്റേഷൻ സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് അനുസരിച്ചാണ്. അവരുടെ പെർഫോമൻസിൻ്റെ അനുസരിച്ച് അവരുടെ അക്കംപ്ലിഷ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് പെർഫോമൻസ് ബേസ്ഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് പോർട്ട്ഫോളിയോ, പെർഫോമൻസ് ടാസ്ക്, എക്സിബിഷൻസ്, അതർ ഡോക്യുമെൻറ്റേഷൻസ്. അടുത്തത് എക്സാമിനേഷൻ ബേസ്ഡ്, അതായത് എക്സാമിനേഷൻ നടത്തി സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കുന്നതിനാണ് എക്സാമിനേഷൻ ബേസ്ഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. പ്രാക്ടീസസ് ഓഫ് അസസ്മെൻറ്റ്. ഒന്ന് ഡയലോഗാണ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ 2 or more പീപ്പിൾ പരസ്പരം സംസാരിച്ചുകൊണ്ട് ഫീലിംഗ് ആൻഡ് ഐഡിയാസ് ആസ് എക്സ്പ്രസ്ഡ്, ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ്, ഇൻഫർമേഷൻ ആസ് എക്സ്ചേഞ്ച്ഡ്. അതിനെയാണ് ഡയലോഗ് എന്ന് പറയുന്നത്. അത് അതുപോലെ തന്നെ ഫീഡ്ബാക്ക് ത്രൂ മാർക്കിംഗ്. മാർക്കിംഗ് അതായത് മാർക്ക് സിസ്റ്റം ഉപയോഗിച്ച് കുട്ടികളുടെ പ്രോഗ്രസ്, പഠന പുരോഗതി വിലയിരുത്തുകയും അതനുസരിച്ച് എന്തൊക്കെ മേഖലയിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യം അവരെ അറിയിക്കുകയും ചെയ്യുന്നതിനാണ്. അത് മോസ്റ്റ് എഫക്റ്റീവായ സ്ട്രാറ്റജിയാണെന്നാണ് പറയുന്നത്. പിയർ അസസ്മെൻറ്റ്, അതായത് ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ വിലയിരുത്തുന്നതാണ്. പിയർ അസസ്മെൻറ്റ് ലേണിംഗ് മീൻസ് ജഡ്ജ്മെൻറ്റ് അബൌട്ട് അനദേഴ്സ് വർക്ക്. ഒരു കുട്ടി മറ്റൊരു കുട്ടിയുടെ വർക്കിനെ അനലൈസ് ചെയ്യുന്നതിനാണ്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ദാറ്റ് ലേണർ റിസീവ്സ് ആസ് എ റിസൾട്ട് ഓഫ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റിന് ശേഷം കുട്ടിക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്കിനെയാണ്, ഇൻഫർമേഷനെയാണ് സെൽഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിഫ്ലക്ഷൻ ഓൺ ഇവാലുവേഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് ദർ വർക്ക് ആൻഡ് ദർ ലേണിംഗ് ഡിഗ്രി. സെൽഫ് അസസ്മെൻറ്റ് ഒരു ഫോർമാറ്റീവ് അസസ്മെൻറ്റാണ്. കുട്ടി സ്വയം വിലയിരുത്തുന്നത് കുട്ടിയുടെ സ്വന്തമായിട്ടുള്ള റിഫ്ലക്ഷനാണ്.
ടൂൾസ് ആൻഡ് ടെക്നിക് ഫോർ ക്ലാസ് റൂം അസസ്മെൻറ്റ്. മെയിൻ ടൂൾസ് ഓഫ് ക്ലാസ് റൂം അസസ്മെൻറ്റ് അനക്ഡോട്ടൽ റെക്കോർഡ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, ഇതാണ് ടൂൾസ്. ടൂൾ ഉപകരണം ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചാണ് ഈ കുട്ടികൾ വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ഈ ടൂൾസ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ മെത്തേഡാണ് ടൂൾ ഉപയോഗിക്കേണ്ട ഒബ്സർവേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഏതെങ്കിലും ടൂൾ ഉപയോഗിക്കണം. ഇന്റർവ്യൂ മെത്തേഡിനകത്ത് നമുക്ക് ഏതെങ്കിലും ടൂൾ ഉപയോഗിക്കാം. കേസ് സ്റ്റഡിക്കകത്ത് ഏതെങ്കിലും ടൂൾ ഉപയോഗിക്കാം. സോഷ്യോമെട്രി, പ്രൊജക്റ്റീവ് ടെക്നിക്, ടെസ്റ്റിംഗ് ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂൾ ഉപയോഗിക്കേണ്ട ഒരു മെത്തേഡ് ഉണ്ട്. ഏതെങ്കിലും മെത്തേഡ് നമുക്ക് പ്രൊജക്റ്റീവ് ടെക്നിക്കാവും, ടെസ്റ്റിംഗ് ആവും. ഓരോ ടൂളും അനക്ഡോട്ടൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചർ will get an opportunity to observe behavior of students during specific occasion. ഒക്കേഷനിലെ സന്ദർഭങ്ങൾ സ്റ്റുഡൻസിനെ അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ക്ലാസ് റൂമിലോ വെളിയിൽ എന്ന മനസ്സിലാക്കി അതിനെ റെക്കോർഡ് ചെയ്യുന്നതിനാണ് അനക്ഡോട്ടൽ റെക്കോർഡ്. ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയ ചില ക്യാരക്ടറിസ്റ്റിക്സ്, ട്രേറ്റ്സ് എല്ലാം കൂടെ എഴുതി ഒരു ലിസ്റ്റ് ഉണ്ടാവും. അതിനെ നമ്മൾ ടിക്ക് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ടിക്ക് ചെയ്യുന്ന ഒബ്സർവ് ചെയ്യുന്ന ആൾ ടിക്ക് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. ഒബ്സർവ് ടിക്ക് ചെയ്തിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഒരു മറ്റൊരു വ്യക്തിനെ ജഡ്ജ് ചെയ്യുന്നതാണ്. ഒരു ഗുഡാണ്, ബാഡാണ്, അവിടെ എക്സലൻ്റ് ആണ് ജഡ്ജ് ചെയ്യുന്നതിനാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ടീച്ചർ ഷുഡ് ഇൻട്രസ്റ്റഡ് ടു നോ the learning point might have been learned by different students at different level. ലേണിംഗ് പോയിന്റ്സ് കൊടുക്കുന്ന ലേണിംഗ് പോയിന്റ്സ് പല വിദ്യാർത്ഥികളും പല രീതിയിലായിരിക്കും ഇത് പഠിച്ചെടുക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ എന്തുമാത്രം that teacher interested to knowing level of achievement of each student, each learning point and evaluate these on the basis of predetermined instructional objective. അവിടെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് പ്രധാനമാണ്. ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവിനനുസരിച്ച് തന്നെയാണോ ഈ വിദ്യാർത്ഥി ഓരോ പോയിന്റും പഠിച്ചെടുത്തിട്ടുള്ളതെന്ന് വിലയിരുത്താൻ ടീച്ചർക്കുണ്ടാകുന്ന താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പിന്നെ എന്ത് ചെയ്യുന്നത്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നടത്തുന്നത്. ലെവൽ ഓഫ് അച്ചീവ്മെൻറ്റ് ഈച്ച് സ്റ്റുഡൻറ്റ് ഫോർ ഈച്ച് ലേണിംഗ് പോയിന്റ്, ബിക്കോസ് ഈച്ച് ലേണിംഗ് പോയിന്റ്സ് ആർ ഡിഫറെൻറ്റ് acquired by the students, learned by the students differently. So level of their achievement can be evaluated or assessed through achievement test. Cumulative record എന്ന് പറഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും ഒരു വിദ്യാർത്ഥിയുടെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് തൊട്ട് റിലവൻറ്റ് ഡീറ്റെയിൽസ് ഹെൽത്ത് കണ്ടീഷൻ, ലെവൽ ഓഫ് അറ്റൈൻമെൻറ്റ്, വേരിയസ് സബ്ജക്റ്റിനുള്ള സ്റ്റഡി, പാർട്ടിസിപ്പേഷൻ, കോകരിക്കുലർ ആക്ടിവിറ്റീസ് ലൈക്ക് NSS, NCC, സ്പോർട്സ് will have to be recorded periodically on the same record. ഒരു റെക്കോർഡിൽ തന്നെ എല്ലാ വിവരങ്ങളും ചേർത്ത്. It will have vary from commonly picture past, present career of the student. Hence it will help to make a prediction about the future. ഒരു റെക്കോർഡിൽ തന്നെ എല്ലാ വിവരങ്ങളും ഉൾപ്പെടുന്ന cumulative record. Questionnaire എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി പ്രിപ്പയർഡ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് നമ്മൾ സാമ്പിളിംഗ് പോപ്പുലേഷൻസ് കൊടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷൻ ആണ്. ഡയറക്റ്റ് ഒബ്സർവ് ചെയ്യുക, പെർഫോമൻസ് ഒബ്സർവ് ചെയ്യുക, സെൽഫ് റിപ്പോർട്ടിങ്, കേസ് സ്റ്റഡി, സോഷ്യോമെട്രി, ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ്, ഒരു ഗ്രൂപ്പിലെ കുട്ടികളുടെ സോഷ്യൽ റിസെപ്റ്റീവ് ആൻഡ് റിജക്റ്റീവ് ടെൻഡൻസീസ് ഓഫ് എ മെമ്പേഴ്സ് ഓഫ് എ സോഷ്യൽ ഗ്രൂപ്പ്, പിന്നെ ഐസൊലേറ്റഡ് ക്ലിക്ക്, അതുപോലെ സ്റ്റാർ എന്ന് പറയുന്ന കിട്ടുക, സോഷ്യൽ ബോണ്ടേജ്, റിലേഷൻഷിപ്പ് ബോണ്ടേജ്, ഇത്തരം കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് പ്രൊജക്റ്റീവ് ടെക്നിക്ക്. പ്രൊജക്റ്റീവ് ടെക്നിക്ക് ചില ട്രേറ്റ്സ്, പേഴ്സണൽ ട്രേറ്റ്സ് അതായത് ഒബ്സർവേഷൻ വഴി ഇന്റർവ്യൂവിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അതൊരു ഇൻട്രോവേർട്ട് ആണെങ്കിൽ അപ്പോൾ അവർക്കത് കൺസിൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പിക്ചറോ മറ്റേതെങ്കിലും തരത്തിലുള്ള എക്സസൈസുകൾ കൊടുത്തുകൊണ്ട് അതിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പിക്ചർ അതായത് ഇന്റർപ്രറ്റിംഗ് ഗിവൺ തീം കണ്ടെയ്ൻ, അതായത് ചില ടെസ്റ്റുകൾ നടത്തണം. ആ ടെസ്റ്റുകൾ, പ്രധാന ടെസ്റ്റുകൾ
റോസ്ബർഗ് ഇംപ്ലോവ് ടെസ്റ്റ്, തിമാറ്റിക് അപ്രഹെൻഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ചിൽഡ്രൻ പെർസെപ്ഷൻ ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഹൈഡായിട്ട് കിടക്കുന്ന പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനാണ്. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈസ് വൺ ഓഫ് ദ വേ ഓഫ് അസസിങ്. ടെസ്റ്റിംഗ് ഈസ് യൂസ്ഡ് ടു മെഷർ ഹൗ മച്ച് ദ അസൈൻഡ് മെറ്റീരിയൽ സ്റ്റുഡൻസ് ആർ മാസ്റ്ററിങ്, ഹൗ വെൽ സ്റ്റുഡൻസ് ആർ ലേണിംഗ് ദ മെറ്റീരിയൽ കൊടുക്കുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പഠിച്ചത് മനസ്സിലാക്കാൻ കുട്ടികൾക്ക് നടത്തുന്ന പരിശോധനയാണ് ഈ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്.